കേരളത്തിൻ്റെ VS, പ്രിയപ്പെട്ട VS അതാണല്ലോ കേരളത്തിൽ നിന്നും VS പ്രിയപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ഏറ്റവും വാർദ്ധക്യത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ്. VSനെ ഈ ഒരു നൂറ്റാണ്ട് പിന്നിട്ട ആ മഹാവിപ്ലവത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് CPM തന്നെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ എങ്ങനെ നോക്കിക്കാണാൻ കഴിയും? VS തിരിച്ചു വരുമെന്ന പ്രതീക്ഷ മലയാളത്തിന് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വന്നാൽ അത്ഭുതം എന്നേ പറയാനുള്ളൂ. അല്ലെങ്കിൽ VS അങ്ങനെ ഒരു ജനുസാണ്. അത് ഈ ഒരു പ്രത്യയശാസ്ത്രം ആൾ രൂപം പ്രാപിച്ചാൽ അതെന്തായി തീരും. അതിന് സകല ഗുണദോഷങ്ങളോടും കൂടി അവതരിച്ചൊരു ജന്മമാണ് VS. ഗുണദോഷങ്ങൾ എന്ന് തന്നെ നമ്മൾ പറയാം അങ്ങനെ വിലയിരുത്തുമ്പോൾ. മാർസിയൻ ആദർശത്തിൻ്റെ നന്മകൾ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ പോരാട്ടമാണ്. ഒരു അടിസ്ഥാന സങ്കല്പം ഉണ്ടല്ലോ. ഇപ്പോൾ ദുർബലനായ മനുഷ്യനും ബലവാനും തമ്മിൽ ഉള്ള ഒരു സംഘർഷത്തിൽ വിചാരമില്ലാതെ ദുർബലൻ്റെ കൂടെ നിൽക്കണം. 1. 2, ദുർബലൻ്റെ കൂടെ ഞാൻ നിന്നിട്ട് നിന്നെ ഞാൻ ജയിപ്പിച്ച് കളയും, ജയിപ്പിച്ച് തരാമെന്ന വാഗ്ദാനമല്ല മാർസിയൻ ചിന്ത. മറിച്ച് അവനെപ്പോലെ ഈ ഭൂമിയിലെ സകല വിഭവങ്ങളും അനുഭവിക്കാനുള്ള അവകാശം നിനക്കുണ്ട് എന്ന് എല്ലാതരം ദുർബലന്മാരോടും, അത് ജന്മം കൊണ്ടായാലും ആസ്തി കൊണ്ടായാലും ദുർബലനായിപ്പോയ മനുഷ്യൻ, അവനോട് നിൻ്റെ അവകാശമാണ് ഈ പ്രപഞ്ചത്തിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള നിൻ്റെ ആവശ്യം. അതുകൊണ്ട് നിനക്ക് വേണ്ടി പൊരുതുക എന്നതാണ് എൻ്റെ പണി. മീൻസ് എൻ്റെ ആ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതും. അങ്ങനെയുള്ള പോരാളിയാണ്. അങ്ങനെ പൊരുതിയാൽ നിൻ്റെ അവകാശം ഞാൻ വാങ്ങിത്തരേണ്ടതല്ല, നീ തന്നെ പൊരുതി നേരേണ്ടതാണ്. അങ്ങനെ പൊരുതാനുള്ള നിന്നെ കരുത്തനാക്കുകയാണ് എൻ്റെ ജോലി. അങ്ങനെ പൊരുതുമ്പോൾ ഒരു സഖാവ് മനസ്സറിഞ്ഞ് ആളുകൾ സഖാവ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ട് എന്തെങ്കിലും നേടിയതുകൊണ്ടല്ല, മറിച്ച് എൻ്റെ അവകാശമാണ് ഞാൻ നേടുന്നത് എന്ന ബോധമുണ്ടാക്കി കൊടുത്ത ഒരാൾ, അതിനുവേണ്ടി പൊരുതേണ്ടത് എൻ്റെ ജന്മദൗത്യമാണ് എന്ന് പഠിപ്പിച്ച ഒരാൾ. മൂന്നാമത്തെ ഒരു കാര്യം, അങ്ങനെ ഒരു പോരാട്ട വഴിയിൽ എൻ്റെ കൂടെ വന്ന സഖാവുണ്ടല്ലോ, അയാൾ വീണിട്ടേ ഞാൻ വീഴുകയുള്ളൂ എന്ന വിശ്വാസം. ഒരു സഖാവ് ഒരിക്കലും മറ്റേ സഖാവിനോട് പറയില്ല എൻ്റെ കൂടെ വന്നാൽ നീ സുരക്ഷിതനായിരിക്കും, ഒരിക്കലും പറയില്ല. എൻ്റെ കൂടെ കല്ലും മുള്ളും നിറഞ്ഞ പാതയാണ്, നീ ഏത് സമയത്തും തല്ലുകൊള്ളാം, നീ എപ്പോഴും വീണു പോകാം. പക്ഷേ എൻ്റെ കൂടെ വരുമ്പോൾ ഉറപ്പിക്കാവുന്നൊരു കാര്യം, ഞാൻ വീണിട്ടേ നീ വീഴുള്ളൂ. ആ വിശ്വാസമാണല്ലോ. ഇതിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ് VS. പോരാട്ടം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മാർഗം. പോരാട്ടമല്ലാതെ മറ്റൊരു പ്രത്യയശാസ്ത്രം ആവശ്യമില്ല പോരാളിക്ക്. അതുകൊണ്ട് VS ഇപ്പോൾ മാർസിയൻ സിദ്ധാന്തമൊന്നും VSനോട് ആരും ചോദിക്കാൻ പോകുന്നില്ല. VS സിദ്ധാന്തമല്ല, VS പ്രയോഗമാണ് യഥാർത്ഥത്തിൽ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്, നാട്ടിൻപുറങ്ങളിലെ വർഗസമരം എന്നാണ് VSന്റെ ഒരു പുസ്തകം. കൃത്യമായിട്ട് അതിൻ്റെ പ്രോഡക്റ്റാണ്. നാട്ടിൻപുറങ്ങളിലെ വർഗസമരത്തിൻ്റെ പ്രോഡക്റ്റാണ്. ഈ വർഗം എന്നൊക്കെ പറയുന്നത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്, അല്ലാതെ അത് നമ്മുടെ സിദ്ധാന്തമല്ല. ഇപ്പോൾ സെമിനാറുകളിലൂടെ നേതാക്കന്മാരുണ്ടാകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇല്ലാതാവും. സമരങ്ങളിലൂടെ നേതാക്കന്മാരുണ്ടായ പാർട്ടിയും വളരും, നേതാക്കന്മാരും നിലനിൽക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ തലമുറയ്ക്ക് ശേഷം ആരുണ്ട്? VS ആ കണ്ണിയിലെ അവസാനത്തെ ആളാണ്. CPIM എന്ന പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ ഒരേ ഒരാളാണ്. മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ഏതാനും പേര് കൂടി ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. 30 പേരാണല്ലോ അന്ന് ഇറങ്ങിപ്പോയത്. 1964 പാർട്ടി കേന്ദ്ര കമ്മിറ്റി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് 30 പേരാണ്. 2 പേര് സ്വതന്ത്രന്മാരായി. അത് നല്ല തമാശ കഥ കേട്ടോ. ഈ സ്വതന്ത്രന്മാരായി എന്നപ്പോൾ ആ വിയോജിപ്പുകളൊക്കെ അറിയാലോ. എനിക്ക് തോന്നുന്നു പുതിയ കാലത്തെ വിയോജിപ്പുകളൊന്നും നിലനിൽക്കുന്നതല്ല. CPMഉം CPIയും 2 പാർട്ടികളായി കഴിയേണ്ട സാഹചര്യങ്ങളൊന്നും അന്നത്തെ പിളർപ്പിൻ്റെ സാഹചര്യം ഇപ്പോൾ ഇല്ല. ഒന്ന്, ആഗോളതലത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ പാത പിന്തുടരണോ ചൈനയെ പിന്തുടരണോ എന്നാ ചോദ്യം. സോവിയറ്റ് യൂണിയനെ പിന്തുണച്ചവർ CPI ആയി, ചൈനയെ പിന്തുണച്ചവർ CPM ആയി. ഇത് രണ്ടും ഭൂമിയിലില്ലാതായി. സോവിയറ്റ് യൂണിയൻ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായി, ചൈന സോഷ്യലിസ്റ്റ് പാതയിൽ നിന്നും വിട്ടുപോയി ലോകത്തിലെ ലക്ഷണമൊത്ത മുതലാളിത്ത രാജ്യമായി മാറി. ഇനി എന്തിനാണ് ഇവർ 2 പേര്? 2, ഇന്ത്യൻ ബൂർഷ്വാസിയോട് എങ്ങനെ പെരുമാറണം? ഇന്ത്യയിലെ ജനാധിപത്യ പാർട്ടികളെയാണ് ബൂർഷ്വാ പാർട്ടി എന്ന് വിളിച്ചത്. കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും അല്ലാത്ത പാർട്ടികൾ, ഇപ്പോൾ കോൺഗ്രസ് പോലുള്ള പാർട്ടികളോട് എങ്ങനെ പെരുമാറണം? അവരെ നഖാശികാന്തം എതിർക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു കൂട്ടർ, അതല്ല അവരോട് ഐക്യപ്പെട്ടുകൊണ്ടല്ലാതെ നമുക്ക് ഭാവിയില്ല എന്ന് പറഞ്ഞൊരു കൂട്ടർ.
ഇന്നങ്ങനെ ചിന്തക്കർത്ഥമുണ്ടോ? കോൺഗ്രസ് ഇല്ലാതെ ഇന്ത്യയില്ല എന്നാൽ മീൻസ് കോൺഗ്രസ് ഇല്ലാതെ അവർക്ക് ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ ഒരു 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 പ്രതീക്ഷയില്ല. അപ്പോൾ അതിൻ്റെ പേരിലും വളരേണ്ടതില്ല. മൂന്നാമത്തെ ഒന്ന്, ഇന്ത്യയിൽ വിപ്ലവം നടത്തേണ്ടത് ഇന്ത്യൻ സംസ്കാരത്തിനും ഇന്ത്യയുടെ വിശ്വാസത്തിനും ഇന്ത്യൻ നേതൃത്വത്തെയും മാതൃകയും ഉയർത്തിക്കാണിച്ചിട്ടാണ്. ഇപ്പോൾ മാർസിനെയും എംഗൽസിനെയും ഉയർത്തിക്കാണിക്കണമെന്നൊരു കൂട്ടർ അല്ല, അവരോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാൾ മുമ്പേ സ്വാമി വിവേകാനന്ദൻ്റെ ശൂദ്രന്മാരുടെ ഭരണം വരും എന്ന പ്രഖ്യാപനം ഉയർത്തിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ വാദിക്കുന്നവർക്കും സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു തർക്കം. ഇന്നിപ്പോൾ അങ്ങനെ ഒരു പാർട്ടി പിളരേണ്ട യാതൊരു സാഹചര്യവുമില്ല. അപ്പോൾ പക്ഷേ ആ പിളർന്ന കാലത്ത് ആദ്യം ഇറങ്ങിപ്പോകുന്ന കൂട്ടത്തിൽ പെട്ട ഒരാളാണ് വി എസ്. വി എസിൻ്റെ കൂടെ 30 പേര് ഇറങ്ങിപ്പോന്നു. 2 പേര് നിഷ്പക്ഷത പാലിച്ചു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അനുസരിച്ച് പ്രത്യക്ഷത്തിൽ എതിർത്തവരെക്കാളും അപകടകാരികളാണ് അവിടെ ഇവിടെയും ഇല്ലാതെ നിൽക്കുന്നവർ. അത് ചില്ലറക്കാരായിരുന്നില്ല 2 പേര്. 2 പേരും കൊലകൊമ്പന്മാരാണ്. 2 പേരും പിന്നീട് 2 സംസ്ഥാനങ്ങളുടെ ആചാര്യന്മാരായി. ഒന്ന് ജ്യോതി ബാസുവാണ്, ഒന്ന് EMS നമ്പൂതിരിപ്പാട്. 2 പേരും നിഷ്പക്ഷരായി. കാരണം പാർട്ടി തൊഴിലാളി വർഗ പാർട്ടി പിളരാൻ പാടില്ല എന്ന നിലപാടെടുത്തു. പക്ഷേ SA ഡാങ്കെ ചെയർമാനാണല്ലോ, അദ്ദേഹം തീരുമാനിച്ചു ഇവന്മാരെയാണ് ആദ്യം സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് പുറത്താക്കിയപ്പോൾ അവരെ ആദ്യം പുറത്താക്കി. അങ്ങനെ 32 പേരെ പുറത്താക്കിയ കൂട്ടത്തിൽ ഇന്ന് അവശേഷിക്കുന്ന ഒരേ ഒരാളാണ് വി എസ്. നയപരിപാടികളുടെ അടിസ്ഥാനത്തിൽ നിന്നതാണ് വി എസ്. അതുകൊണ്ട് അങ്ങനെ ഒരാളാണ് വി എസ്. വി എസ് എന്നും പോരാളിയാണ്. ഭരണകൂടം അദ്ദേഹത്തെ ഭ്രമിപ്പിച്ചിട്ടില്ല. ഭരണകൂടത്തിൻ്റെ സൗകര്യങ്ങൾ പോരാട്ടത്തിന് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളൂ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും. അതുകൊണ്ടാണ് അദ്ദേഹം അതുല്യനായ പോരാളിയായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് ഒരാൾ. സാധാരണ അദ്ദേഹം നാട്ടും പുറത്ത് സമരം നയിച്ചതുപോലുള്ള ഒരു സമരനായകനായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും അത് തന്നെ. അദ്ദേഹമാണ് ഈ വെട്ടി നിരത്തൽ എന്നൊക്കെയുള്ള അദ്ദേഹത്തെക്കുറിച്ച് വന്ന വാക്കുകൾ, ആക്ഷേപത്തിൻ്റെ വാക്കുകളൊക്കെ സത്യത്തിൽ ഒരു പ്രത്യയശാസ്ത്രമാണ്. നമുക്കതിനോട് യോജിക്കാം. എന്താണ്? ഇപ്പോൾ പാടത്ത് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് നെൽപ്പാടങ്ങൾ നശിപ്പിക്കുമ്പോൾ ആ വെച്ച് പിടിച്ച് വളർന്നു കഴിഞ്ഞ മരങ്ങളോട് എങ്ങനെ പെരുമാറണം? അതും മരങ്ങളാണല്ലോ എന്ന് വെച്ച് ബഹുമാനിക്കുകയാണോ? അതല്ല. ആ മരങ്ങൾ വളർന്നു വന്ന വഴി അന്യായമാണെങ്കിൽ ആ മരങ്ങൾ തന്നെ വെട്ടിക്കളയണമോ? ഇതാണ് വെട്ടി നിരത്തൽ എന്നുള്ള സംഗതി. അതാണ് പിന്നീട് പാർട്ടിയിലെ തെരഞ്ഞെടുപ്പൊക്കെ ജനാധിപത്യ വിരുദ്ധമായ സങ്കല്പം. 2, മൂന്നാറിലെ കയ്യേറ്റം. മൂന്നാറിലെ ഈ നാടിൻ്റെ ഭൂമി അന്യായമായി കയ്യേറുക, എന്നിട്ട് അവിടെ കയ്യേറിയിട്ട് കൃത്രിമമായ പട്ടയങ്ങൾ ഉണ്ടാക്കുക, കള്ളപ്പട്ടയങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വലിയ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയ മണിമന്ദിരങ്ങൾ ഉണ്ടാക്കുക, അത് റിസോർട്ടുകളാക്കുക. അങ്ങനെ കോടീശ്വരന്മാരായി തീരുമ്പോൾ എങ്ങനെയാണ് അതിനോട് പെരുമാറേണ്ടത്? ഒന്നുകിൽ അവർക്ക് നോട്ടീസ് കൊടുക്കാം, എന്നിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് വേണമെങ്കിൽ കൈക്കൂലിയൊക്കെ വാങ്ങി അത് ഒത്തുതീർപ്പാക്കാം. അതല്ലെങ്കിൽ കോടതിയിൽ പോകാം. വലിയ കാശ് ചെലവിട്ട് അപ്പുറത്തെ കയ്യേറ്റക്കാരും കേസ് നടത്തും. പതിറ്റാണ്ടുകൾ അങ്ങനെ നീണ്ടുപോകാം. അപ്പോഴും സ്റ്റാറ്റസ് കോ നിലനിൽക്കും. വി എസിൻ്റെ നിലപാട് അതല്ല, ഒരു പ്രത്യയശാസ്ത്രമാണ്. വി എസിൻ്റേത് മാത്രമല്ല, അന്ന് അദ്ദേഹത്തെ പൂച്ചകൾ എന്നൊക്കെ വിളിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാർ കാണിച്ച വഴി കൂടിയായിരിക്കും. വി എസ് കാണിച്ച പണി എന്താണ്? അന്യായമായി ഒരു നാടിൻ്റെ ഭൂമി കൈയടക്കിയിട്ട് സ്വകാര്യ വ്യക്തികൾ, സ്വകാര്യ പാർട്ടികളുണ്ട്, എല്ലാവരും കൈയടക്കിയിട്ട് അവിടെ വലിയ നിർമ്മാണം നടത്തുമ്പോൾ ആ നിർമ്മാണം ആവർത്തിക്കാതിരിക്കാൻ അതിനൊരു വലിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ഏറ്റവും എഫക്റ്റീവായ മാർഗം എന്താണ്? ഒരു പോരാളിയുടെ മുമ്പിലുള്ള മാർഗം തകർക്കലാണ്. ആലോചിച്ച് നോക്കൂ, അതൊരു പ്രത്യയശാസ്ത്രമാണ്. അങ്ങനെ പ്രത്യയശാസ്ത്രം കേരളത്തിൽ വേറൊരു നേതാവും കാണിച്ചില്ല. നമ്മളെന്താ ആലോചിക്കുക, എന്തായാലും ഇപ്പോൾ സംഭവിച്ചു, പോകേണ്ടത് പോയി, അങ്ങനെയാണല്ലോ വിചാരിക്കുക. കേസ് കൊടുക്കാം, കോടതി പറയട്ടെ. ഇതൊക്കെ പറയുന്ന ഇനാക്ഷനാണ്. ഒന്നും ചെയ്യാതിരിക്കാനാണ് കോടതി പറയട്ടെ എന്ന് പറയുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയല്ല. ക്രിമിനൽ കുറ്റത്തിൽ നിയമത്തിൻ്റെ വഴി ശരിയാണ്. സിവിൽ കേസുകളിലോ കയ്യേറ്റത്തിലോ. അപ്പോൾ അതാണ് വി എസിൻ്റെ ഒരു മാർഗം. അതാണ് വി എസ്. ആ വഴിയിലാണ് വി എസ് പോരാളിയായി നിന്നത്. വി എസിൻ്റെ പേരിൽ വന്ന ഒരാലോചിച്ച് നോക്കൂ. വി എസിൻ്റെ പേരിൽ സ്വജനപക്ഷപാതം, അഴിമതി തുടങ്ങിയ കാര്യങ്ങൾ. വി എസിന് ആകെ ഉണ്ടായ ദുഷ്പേര്, മോനുണ്ടാക്കിയ ദുഷ്പേരാണ് അരുൺകുമാർ. അവൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് ഈ കുട്ടികൾ, അതുകൊണ്ടാണല്ലോ പണ്ട് വി എസിൻ്റെ തലമുറയിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പാർട്ടി ക്ലാസ്സുകളിൽ ആദ്യം പറഞ്ഞിരുന്നത് പറ്റുമെങ്കിൽ വിവാഹം ചെയ്യരുതെന്നാണ്. കല്യാണം കഴിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശേഷം വരുന്നവൻ, എൻ്റെ രക്തത്തിൽ പിറക്കുന്നവൻ ഈ വർഗ്ഗബോധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഈ രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവനെങ്ങനെ പെരുമാറും എന്നത് എനിക്കൊരു ഭാരമായി തീരും, എൻ്റെ പ്രസ്ഥാനത്തിനും ഭാരമായി തീരും. അത് ഒരു ജനതയുടെ വിമോചന സ്വപ്നങ്ങളെ ബാധിക്കും. അതുകൊണ്ട് വൈകി കല്യാണം കഴിച്ചാണ് വി എസ്. കല്യാണം കഴിച്ചതിൻ്റെ അപകടം കേരളത്തിലെടുത്ത് നോക്കൂ.
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എന്നെങ്കിലും ഏറ്റവും വലിയ ആരോപണങ്ങൾ നേരിട്ടതൊക്കെ മക്കളെ ചൊല്ലിയല്ലേ, ഇപ്പോഴും അതല്ലേ. അതുകൊണ്ട് വി എസ് അതിനകത്ത് നിന്ന് ഇനി നമ്മൾ പറയുമ്പോൾ വി എസിന് പറ്റിപ്പോയ അബദ്ധങ്ങളിലൊന്നാണ് ഈ വിവാഹ ജീവിതം നയിച്ചു എന്നുള്ളതാണ്. അത് മാത്രമാണല്ലോ വി എസിന് പറ്റിയ കുറ്റം. അതറിഞ്ഞപ്പോൾ പോലും തിരുത്തി കേട്ടോ. വലിയ കോർപ്പറേറ്റ് ആഫീസിൽ വി എസിൻ്റെ മരുമോൾ അരുൺകുമാറിൻ്റെ ഭാര്യയ്ക്ക് ഓർമ്മയില്ലേ, ജോലി കിട്ടിയപ്പോൾ അറിഞ്ഞ നിമിഷം വി എസ് പുറത്ത് പിരിച്ചുവിടാൻ പറഞ്ഞു. കമ്പനിയെ വിളിച്ച് പറഞ്ഞു, അങ്ങനെ ആളവിടെ നിയമിച്ച് വി എസിൻ്റെ പേരിലാണ് നിയമനം വാങ്ങുന്നത്, പിരിച്ചുവിടാൻ പറഞ്ഞു. വി എസ് അത് ചെയ്തിട്ടുണ്ട്, ആ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ വി എസിനെ നശിപ്പിക്കാൻ, വി എസിൻ്റെ പ്രത്യയശാസ്ത്രത്തെ, പോരാട്ടം എന്ന കർമ്മ പദ്ധതിയെ നശിപ്പിക്കാൻ പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രത്യേകിച്ച് CPM നേതൃത്വം കുറേ കാലം അധ്വാനിച്ചു. അതിന് നല്ല ഫലം കണ്ടു. അതാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും ഒടുവിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കുന്നതിന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെ മരിച്ചതിന് തുല്യമായി കണക്കാക്കേണ്ടി വന്നില്ലേ. പാർട്ടി അങ്ങനെ കണക്കാക്കി വരുന്നുണ്ടല്ലോ. അല്ല, വി എസിൻ്റെ ഭരണത്തിന് പാർട്ടിയുടെ നിയന്ത്രണമായിരുന്നു. അന്ന് KN ബാലഗോപാലാണ് പാർട്ടിയിൽ നിന്ന് ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത്. പക്ഷേ ഇന്ന് പാർട്ടിക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ ഭരണം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, പക്ഷേ എന്താ സംഭവിക്കാന്നറിയാം, അത് ഇവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാട് ഭരിക്കുമ്പോൾ പാർട്ടിക്ക് 12-13 അഡ്വൈസർമാരെന്തിനാണ്? കോടികളല്ലേ അവർക്ക് വേണ്ടി ശമ്പളം കൊടുക്കുന്നത്. അഡ്വൈസർമാർ എന്ന് പറയുന്ന ആരാ? ജനങ്ങളുടെ വികാരം അറിയുന്ന, ജനങ്ങളിൽ നിന്ന് പഠിച്ച, ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പൊരുതിയ പാർട്ടിയാണല്ലോ അഡ്വൈസറി ബോർഡ്. ആ പാർട്ടി ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് ഒരാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി വെച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ലോക കോർപ്പറേറ്റുകളുടെ ഏജൻറ്റുമാരെ മുഴുവൻ മുതലാളിമാരാക്കി അവരുടെ അഡ്വൈസർമാരാക്കി വെക്കുന്നതിനാണ്. അതുകൊണ്ടാണ് പാർട്ടി. ഇപ്പോൾ പാർട്ടിക്ക് ഇപ്പോൾ എന്താ സംഭവിച്ചത്? പാർട്ടിയിലെ ജനാധിപത്യ സ്വഭാവം ഉണ്ടായിരുന്ന ജനാധിപത്യ സ്വഭാവം കൂടി തകർത്തിട്ട് സംസ്ഥാനവും പ്രസ്ഥാനവും ഏകാധിപത്യപരമായി ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചു. തരാതരം പോലെയല്ലേ കഴിഞ്ഞ ദിവസം പാർട്ടി നയം പറയേണ്ടത് ഞാനല്ലേ എന്ന് മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു. ആണോ? പാർട്ടി നയം ഒരു കാലത്ത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ. പാർട്ടി സെക്രട്ടറിക്കെതിരായ സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മയില്ലേ? അപ്പോൾ പ്രസ്ഥാനവും സംസ്ഥാനവും ഒരാളായി തീരുക. 2, പാർട്ടിയെ വിശ്വാസത്തിലെടുത്തിട്ട് പാർട്ടി നിർദ്ദേശിക്കുന്ന പ്രകാരം ഭരണം നടത്തുക. അതുമില്ല. അതുകൊണ്ട് രണ്ടും ഇല്ലാതായി. ഗവൺമെൻറ്റിൻ്റെ ക്രിയേറ്റിവിറ്റിയും പോയി, പാർട്ടിയുടെ പ്രൊഡക്ടിവിറ്റിയും പോയി. രണ്ടും പോയിട്ട് കോർപ്പറേറ്റ് ഏജൻറ്റുമാരെ വെച്ച് PR വർക്ക് കൊണ്ട് നടത്തുന്ന ഒരു സ്ഥാപനമായി അതിൻ്റെ CEO ആയിട്ട് മുഖ്യമന്ത്രിയും മാറുന്നു. അതാണിപ്പോൾ അവസ്ഥ. ഈ അവസ്ഥക്കെതിരായി പൊരുതി നിന്ന അവസാനത്തെ കണ്ണിയിലെ ഒരു വലിയ വിപ്ലവകാരിയുടെ പേര് തന്നെയാണ് VS. VSന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. തിരിച്ചു വന്ന് ആ ഒരു വെളിച്ചം, ആ ഒരു ചൈതന്യം കേരളത്തിലെ എല്ലാ പാർട്ടികൾക്കും ഒരു ലിറ്റ്മസ് പേപ്പർ പോലെ എടുത്ത് ഒരു ടോക്കണായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് VSൻ്റെ ഭാവി എന്ത് എല്ലാ ദിവസവും ഒരേ വാർത്തയാണ്. ദേശാഭിമാനിയിൽ പോലും തലക്കെട്ട്. VSൻ്റെ നില ഗുരുതരമായി തുടരുന്നു. എപ്പോൾ ആ അവസ്ഥയിൽ മാറ്റം വരും നമുക്ക് അറിഞ്ഞുകൂടാ. കാത്തിരിക്കാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.